പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം ഒന്നാം സെമസ്റ്ററിലെ 2025 നടന്ന വ്യാകരണ പഠനം എന്ന പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സെക്ഷൻ എയിൽ ഏതെങ്കിലും 5 ചോദ്യത്തിന് അരപ്പുറത്തിൽ ഉത്തരം എഴുതണം. 2 മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശിക്ഷ, നിരുക്തം എന്നിവ നിർവചിക്കുക. ചോദ്യം 1, ശിക്ഷ എന്താണ്, അതുപോലെ നിരുക്തം എന്താണ് എന്നാണ് എഴുതേണ്ടത്. സംസ്കൃത വ്യാകരണ പാരമ്പര്യം അനുസരിച്ച് വേദപഠനത്തിന് ആവശ്യമായ അനുബന്ധ പഠനശാഖകളായ വേദാന്തങ്ങളിൽ ഒന്നാണ് വ്യാകരണം. വേദാംഗങ്ങളിൽ ഒന്നാണ് വ്യാകരണം എന്നത്. ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, കൽപ്പം, ജ്യോതിശാസ്ത്രം എന്നിങ്ങനെ 6 വേദാംഗങ്ങളുണ്ട്. വേദാംഗങ്ങൾ 6 എണ്ണമാണ് ഉള്ളത്. അവയിൽ ഒന്നാമത്തേതാണ് ശിക്ഷ. ഉച്ചാരണ നിയമങ്ങളെ വിധിക്കുന്നതാണ് ശിക്ഷ എന്നത്. ഉച്ചാരണ നിയമങ്ങളെ വിധിക്കുന്നതാണ് ശിക്ഷ. നിരുക്തം എന്നത് 4ാമത്തേതാണ്. പദങ്ങളുടെ നിഷ്പത്തി, അർത്ഥം എന്നിവയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ശിക്ഷ എന്നത് ഉച്ചാരണ നിയമങ്ങളെ വിധിക്കുന്നു. നിരുക്തം എന്നത് 4ാമത്തേതാണ്. പദങ്ങളുടെ നിഷ്പത്തി, അർത്ഥം എന്നിവയാണ് വ്യക്തമാകുന്നത്. ശിക്ഷ, വ്യാകരണം, നിരുക്തം എന്നീ 3 എണ്ണമാണ് ഭാഷയുമായി നേരിട്ട് ബന്ധമുള്ളത്. വ്യാകരണം എന്നാൽ എന്താണ്? അപ്പോൾ ഭാഷാ പ്രയോഗ നിയമങ്ങളെ വിശദമാക്കുന്നതാണ് വ്യാകരണം. ഭാഷാ പ്രയോഗ നിയമങ്ങളെ വിശദമാക്കുന്നു. 2ാമത്തെ ചോദ്യം, പൂജക ബഹുവചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഏകവചനാർത്ഥത്തിൽ ബഹുമാനം കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം. ഏകവചനാർത്ഥത്തിൽ ബഹുമാനം കാണിക്കാൻ ഉപയോഗിക്കുന്ന ബഹുവചനം. ഒരു വ്യക്തിക്ക് തന്നെ ബഹുമാനത്തിന് വേണ്ടി ചെയ്യുന്നത് പൂജക ബഹുവചനം. ഒരു വ്യക്തിക്ക് തന്നെ ബഹുമാനത്തിന് വേണ്ടി ചെയ്യുന്നത്. പ്രത്യയം, അതിന് രൂപത്തിൽ മാത്രമേ ബഹുവചനത്വം ഉള്ളൂ. അർ, മാർ, കൾ എന്നീ 3 പ്രത്യയങ്ങളും പൂജക ബഹുവചനത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അർ, മാർ, കൾ എന്നിവ. പണ്ഡിതർ, ഗുരുക്കൾ, അതുപോലെ രാജാക്കന്മാർ, പിതാക്കന്മാർ എന്നീ രൂപങ്ങളൊക്കെ കേരള പാണിനിയത്തിൽ കാണാം. സ്വാമികൾ, വൈദ്യർ എന്നിവയൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. 3ാമത്തെ ചോദ്യം, മലയാളത്തിലെ നിഷേധക്രിയകൾ ഏവ വിശദീകരിക്കുക. നിഷേധാർത്ഥത്തെ കുറിക്കുന്ന ക്രിയാവാക്യങ്ങളാണ് നിഷേധക്രിയകൾ. ഉദാഹരണം, വരില്ല, ചെയ്യില്ല, പറയരുത്, ഇതൊക്കെ നിഷേധക്രിയകളാണ്. നിർദ്ദേശക പ്രകാരത്തിൽ ഇല്ല എന്ന പദത്തെ അനുപ്രയോഗിച്ച് നിഷേധരൂപങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. നിർദ്ദേശക പ്രകാരത്തിൽ ഇല്ല എന്ന പദത്തെ അനുപ്രയോഗിച്ച് ചെയ്യുന്നു, ചെയ്യുന്നില്ല. പൂർവ മലയാളത്തിൽ ധാതുവിൽ തന്നെ നിഷേധമായ ആ ചേർത്തുള്ള രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ഉദാഹരണമായിട്ട് ചെയ്യ. സംസ്കൃതത്തെ അനുകരിച്ചുകൊണ്ടാണ് ഇല്ല, അല്ല, അരുത്, ഒല്ല, കൂട എന്നീ നിഷേധാർത്ഥങ്ങളായ പദങ്ങളെ അനുപ്രയോഗിച്ച് നിഷേധരൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ആ എന്ന നിഷേധപ്രത്യയം ധാതുവിൽ ചേർത്താണ് ദ്രാവിഡ ഭാഷകൾ നിഷേധാർത്ഥം ഉണ്ടാക്കിയിരുന്നത്. ആ എന്ന നിഷേധപ്രത്യയം ധാതുവിൽ ചേർത്ത് ദ്രാവിഡ ഭാഷകൾ നിഷേധാർത്ഥം ഉണ്ടാക്കിയിരുന്നു എന്ന് AR 45ാമത്തെ കാരികയിൽ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ചെയ്യും, ചെയ്യ. പ്രവൃത്തി നടക്കുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്രിയകളാണ് നിഷേധക്രിയകൾ. അല്ല, ഇല്ല, അരുത്, പാടില്ല, വേണ്ട, ഇതൊക്കെ ഉദാഹരണമാണ്. അവൻ കള്ളനല്ല, അവിടെ ആരുമില്ല, കള്ളം പറയരുത്, പുകവലി പാടില്ല, എനിക്ക് ചായ വേണ്ട. സാധാരണ ക്രിയകളോട് പ്രത്യയങ്ങൾ ചേർത്ത് നമുക്ക് നിഷേധരൂപങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ധാതുക്കളോട് ആ ചേർത്ത് 2 നിഷേധരൂപങ്ങൾ ചേർത്തും നിഷേധം ഉണ്ടാക്കാവുന്നതാണ്. പറ, അധികം, ആ, പറയ,
ചെയ്യ അധികം ആ ചെയ്യ. അപ്പം 2 നിഷേധ രൂപങ്ങൾ അടുത്തടുത്ത് ചേർത്താൽ വിധിയുടെ അർത്ഥം കിട്ടും. ഉദാഹരണം, പട്ടിണി മരണം ഇല്ലാതില്ല. ഇവിടെ ഉണ്ട് എന്നർത്ഥം. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഭാഷയിൽ നിഷേധ പ്രത്യയങ്ങൾ ഉള്ളത്. 4-ാമത്തെ ചോദ്യം, കാരിതം അകാരിതം ഉദാഹരിച്ച് വിശദമാക്കുക. സ്വഭാവം പ്രമാണിച്ച് ക്രിയകളെ കാരിതമെന്നും അകാരിതമെന്നും 2ആയി തിരിക്കാവുന്നതാണ്. സ്വഭാവം പ്രമാണിച്ച് കാരിതമെന്നും അകാരിതമെന്നും 2ആയി തിരിക്കാം. കേവലക്രിയയിൽ ക്ക് ചേർന്ന രൂപമാണ് കാരിതം. കേവലക്രിയയിൽ ക്ക് ചേർന്ന രൂപമാണ് കാരിതം എന്നത്. ഉദാഹരണം, കേൾക്കുന്നു, പറക്കുന്നു, നിൽക്കുന്നു എന്നിവയെല്ലാം. അകാരിതം ക്ക് ചേരാത്തത് അകാരിതം. ക്ക് ചേരാത്ത രൂപമാണ് അകാരിതം. അരയുന്നു, മറയുന്നു, പറയുന്നു, എഴുതുന്നു ഇതെല്ലാം ഉദാഹരണമാണ്. ക്രിയകളുടെ സ്വഭാവത്തെ മുൻനിർത്തിയുള്ള വിഭജനമാണ് ഇതിന് അടിസ്ഥാനമെന്ന് പറഞ്ഞു. സാധാരണ കേവലത്തിൻ്റെ രൂപവും അർത്ഥവുമുള്ള ക്രിയകളെ അകാരിതം എന്ന് വിളിക്കുന്നു. കേവലത്തിൻ്റെ അർത്ഥവും പ്രയോജകത്തിൻ്റെ രൂപവുമുള്ള ക്രിയകളെ കാരിതം എന്ന് വിളിക്കുന്നു. കേവലത്തിൻ്റെ അർത്ഥം, പ്രയോജകത്തിൻ്റെ രൂപം, ഇത്തരം ക്രിയകളാണ് കാരിതം. കേൾക്കുന്നു, പറക്കുന്നു എന്നീ ക്രിയകൾ കേവലാർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. എന്നാൽ പ്രയോജകാർത്ഥമുള്ള ഓടിക്കുന്നു, പാടിക്കുന്നു എന്നിങ്ങനെയുള്ള പദത്തിൻ്റെ രൂപം അതിനുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നു തുടങ്ങിയവ കാരിക പ്രകൃതികളാണ്. മറയുന്നു, പിരിയുന്നു എന്നീ ക്രിയകൾക്ക് കേവലത്തിൻ്റെ അർത്ഥവും രൂപവുമാണുള്ളത്. ഇവയെല്ലാം അകാരിതങ്ങളാണ്. ഗുണ്ടർട്ട് കാരിത അകാരിതങ്ങൾക്ക് ബലാബല ക്രിയകൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. 5-ാമത്തെ ചോദ്യം, AR പ്രകാരങ്ങളെ നിർവചിച്ച് വിഭജിക്കുന്നത് എങ്ങനെ? ക്രിയ ഉൾക്കൊള്ളുന്ന വ്യാപാരത്തിൻ്റെ രീതിയാണ് പ്രകാരം എന്നത്. ക്രിയ ഉൾക്കൊള്ളുന്ന വ്യാപാരത്തിൻ്റെ രീതി. AR പ്രകാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ധാതു അതിൻ്റെ അർത്ഥത്തെ ഏത് മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതാണ് പ്രകാരം. പറയുന്ന മട്ടാണ് പ്രകാരം എന്നർത്ഥം. പറയുന്ന മട്ട്, അതായത് ഒരു ധാതു അതിൻ്റെ അർത്ഥത്തെ ഏത് മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതാണ് പ്രകാരം. പ്രകാരം 4 വിധം എന്ന് പറയുന്നു: നിയോജകം, വിധായകം, അനുജ്ഞായകം, നിർദ്ദേശകം എന്നിങ്ങനെ. നിയോജകം നിയോഗത്തിൻ്റെ മട്ടിൽ ധാതുവിൻ്റെ അർത്ഥത്തെ കുറിക്കുന്നതാണ് നിയോജകം. നിയോഗത്തിൻ്റെ മട്ടിൽ ധാതുവിൻ്റെ അർത്ഥത്തെ കുറിക്കുന്നത്. അതിൻ്റെ പ്രത്യയം അട്ടെ. ഉദാഹരണം, കുട്ടികൾ പറയട്ടെ. 2-ാമത്തേത് വിധായകം. വിധി അല്ലെങ്കിൽ ശാസനയുടെ മട്ടിലുള്ളതാണ് വിധായകം. പ്രത്യയം അണം. കുട്ടികൾ പറയണം. 3-ാമത്തേത് അനുജ്ഞായകം. അനുജ്ഞ എന്ന സമ്മത മട്ടിലുള്ളതാണ് അനുജ്ഞായകം. പ്രത്യയം അം. കുട്ടികൾക്ക് പറയാം. 4-ാമത്തേത് നിർദ്ദേശകം. ഈ വക വിശേഷ അർത്ഥങ്ങളൊന്നുമില്ലാതെ ധാതുവിൻ്റെ അർത്ഥത്തെ മാത്രം കുറിക്കുന്നതാണ് നിർദ്ദേശകം. കുട്ടികൾ പറഞ്ഞു. 6-ാമത്തെ ചോദ്യം, ചില്ലികളുടെ സവിശേഷതകൾ എന്തെല്ലാം? സ്വരത്തിൻ്റെ സഹായമില്ലാതെ ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങളെയാണ് ചില്ലക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത്. സ്വരത്തിൻ്റെ സഹായമില്ലാതെ ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങൾ. കേരളപാണിനി ചില്ലുകളെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പദാന്തത്തിൽ സംവൃതം കൂടാതെ നിൽക്കാവുന്ന വ്യഞ്ജനങ്ങൾക്ക് ചില്ല് എന്ന് പറയുന്നു. പദാന്തത്തിൽ സംവൃതം കൂടാതെ നിൽക്കാവുന്ന വ്യഞ്ജനങ്ങൾക്കാണ് ചില്ല് എന്ന് പറയുന്നത്. യ, ര, ല, റ, ള, ഴ, ന, ണ, മ എന്നിങ്ങനെ 9 ചില്ലുകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നും കൂടി പറയാം. 9 ചില്ലുകളാണ്. യ, ര, റ, ല, ള, ഴ, ന, ണ, മ എന്നിങ്ങനെ. ചില്ലുകളിൽ ഒരു സ്വരചൈതന്യം ലീനമായിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇവയെ
ചില്ലുകൾ എന്ന് പറയുന്നതെന്നും കേരളപാണി പറയുന്നുണ്ട്. പൂർവ്വ വൈയാകരണന്മാർ ചില്ലുകളെ അക്ഷരമാലയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് ശരിയല്ല. കാരണം ചില്ലുകൾ അനുനാസികങ്ങളിൽ നിന്നും മധ്യമങ്ങളിൽ നിന്നും നിഷ്പാദിപ്പിച്ചവയാണ്. ചില്ലിനെ സ്വരീകൃത വ്യഞ്ജനം എന്നാണ് പറയുന്നത്. ചില്ലിനെ സ്വരീകൃത വ്യഞ്ജനം. ചില്ലുകളുടെ സവിശേഷതകൾ നോക്കാം. ഇർ, ഇൽ, ഇൾ, ഇൻ, റ, ഇൻ എന്നിങ്ങനെ 6 ചില്ലുകളാണ് മലയാളത്തിൽ പ്രചാരത്തിലുള്ളത്. ര, റ എന്നിവ ഇർ, ലായിൽ നിന്ന് ഇല്ല്, ള, ഴ എന്നിവയിൽ നിന്ന് ഇൾ, ന, ഞ എന്നിവയിൽ നിന്ന് ഇൻ, നായിൽ നിന്ന് ഇൺ, മായിൽ നിന്ന് അനുസാരം. അപ്പം ഇവയിൽ ഇർ, ഇൽ, ഇൾ എന്നിവ മധ്യമ ചില്ലുകളും അനുസാരം, ഇൻ, ഇൺ എന്നിവ അനുനാസിക ചില്ലുകളുമാണ്. ചില്ലുകളെ ലീനധ്വനി, പ്രകടധ്വനി എന്നിങ്ങനെ 2ആയി വിഭജിക്കാം. വ്യഞ്ജനത്തിനും സ്വരത്തിനും ഇടയിൽ നിൽക്കുന്ന വർണ്ണങ്ങളാണ് ചില്ലുകൾ എന്ന് പറയാം. വ്യഞ്ജനത്തിനും സ്വരത്തിനും ഇടയിൽ നിൽക്കുന്ന വർണ്ണങ്ങളാണ് ചില്ലുകൾ. എന്താണ് ലീനധ്വനി എന്ന് നോക്കാം. ചില പദങ്ങളിൽ ചില്ലുകളുടെ ധ്വനി അതിൻ്റെ പൂർവാക്ഷരത്തിൽ ലയിച്ചു പോകുന്നു. ഇതിനെയാണ് ലീനധ്വനി എന്ന് പറയുന്നത്. ചില പദങ്ങളിൽ ചില്ലുകളുടെ ധ്വനി അതിൻ്റെ പൂർവാക്ഷരങ്ങളിൽ ലയിച്ചു പോകുന്നു. അതിനെ ലീനധ്വനി എന്ന് പറയും. ഉദാഹരണം മലർമാല. പ്രകടധ്വനി. ചില്ലുകളുടെ ധ്വനി പൂർവാക്ഷരങ്ങളിൽ ലയിക്കാതെ പ്രകടമായ ധ്വനിയോടുകൂടി നിൽക്കുന്നതാണ് പ്രകടധ്വനി. ഉദാഹരണം മലർപ്പൊടി. ചില്ലുകളുടെ വ്യാകരണപരമായ സവിശേഷതകൾ നോക്കാം. ചില്ലുകളോട് സംവൃതം ചേർത്തും ചേർക്കാതെയും ഉപയോഗിക്കാം. പെൺ, പെണ്ണ്, പൊൻ, പൊന്ന്. സംവൃതം ചേർത്ത രൂപങ്ങളിൽ ചില്ലുകൾ ഇരട്ടിക്കുന്നത് കാണാം. സംവൃതം ചേർത്താൽ ഇരട്ടിക്കാത്ത രൂപങ്ങളുമുണ്ട്. നീർ, നീര്, ആൺ, ആണ് എന്നിവ. ഒന്നിലധികം അക്ഷരങ്ങൾ ഉണ്ടായാൽ ചില്ലുകൾ ഇരട്ടിക്കുകയില്ല. രണ്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ചിതിലാക്ഷരങ്ങൾ ഏവ? സ്വരസഹായത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങളെയാണ് വ്യഞ്ജനം എന്ന് വിളിക്കുന്നത്. സ്വരസഹായത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങളെ വ്യഞ്ജനങ്ങൾ എന്ന് വിളിക്കാം. വ്യഞ്ജനങ്ങളെ ദൃഢങ്ങൾ എന്നും ശിഥിലങ്ങൾ എന്നും 2ആയി തിരിക്കാവുന്നതാണ്. വ്യഞ്ജനങ്ങളെ ദൃഢങ്ങൾ, ശിഥിലങ്ങൾ എന്നിങ്ങനെ 2ആയി തിരിക്കാം. ഖരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാവ് എന്നിവ ദൃഢങ്ങളാണ്. ഖരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാവ്. അനുനാസികം, മധ്യമം, ഘോഷി എന്നിവയാണ് ശിഥിലങ്ങൾ. ഇതെല്ലാമാണ് ശിഥിലങ്ങൾ. അനുനാസികം, മധ്യമം, അതുപോലെ ഘോഷി എന്നിവ. ങ, ഞ, ണ, ന, മ, യ, ര, ല, വ, ഹ, ള, ഴ, റ എന്നിവയാണ് ചിതിലാക്ഷരങ്ങൾ. എട്ടാമത്തെ ചോദ്യം, സംഹിത, സന്ധി എന്നിവ നിർവചിച്ച് ഇവ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക. വർണ്ണങ്ങളെ നിർത്താതെ തുടർന്നുച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണ്യസാമ്യമാകുന്നു സംഹിത എന്നാണ് വ്യാകരണമിത്രത്തിൽ ശേഷഗിരി പ്രഭു സംഹിതയെ നിർവചിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. വർണ്ണങ്ങളെ നിർത്താതെ തുടർന്നുച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണസാമ്യമാണ് സംഹിത. സംഹിതയിലെ ഉച്ചാരണ ക്ലേശങ്ങൾ പരിഹരിക്കുകയാണ് സന്ധിയുടെ മുഖ്യ ലക്ഷ്യം. അപ്പം സന്ധി ചെയ്യുന്നത് വിവൃത്തി പരിഹരിക്കാനാണ്. വിവൃത്തി എന്ന് പറഞ്ഞാൽ സംഹിതയിൽ സ്വരങ്ങളെ തുടർച്ചയായി ഉച്ചരിക്കുമ്പോൾ നേരിടുന്ന പ്രയാസമാണ് വിവൃത്തി എന്നത്. സംഹിതയിൽ സ്വരങ്ങളെ തുടർച്ചയായി ഉച്ചരിക്കുമ്പോൾ നേരിടുന്ന പ്രയാസത്തെയാണ് വിവൃത്തി എന്ന് പറയുന്നത്. അപ്പം 2 സ്വരങ്ങൾ അടുത്തടുത്ത് ഉച്ചരിക്കുമ്പോൾ നിരവധി പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസത്തെ നീക്കുന്നതിനായി അതിനിടയിൽ എന്ത് ചെയ്യുന്നു? ചില വർണ്ണങ്ങളെ ചേർത്ത് കൊടുക്കാറുണ്ട്. മലയാളത്തിൽ യാ അല്ലെങ്കിൽ വായാണ് പലപ്പോഴും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്വരസംയോഗത്തെ ഒഴിവാക്കാനായി പ്രയേണ യാ അല്ലെങ്കിൽ വായാണ് പലപ്പോഴും ചേർത്ത് കൊടുക്കുന്നത്. വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന ഏത് പദത്തിലും സംഹിതയുണ്ട്. എന്നാൽ എല്ലാ സംഹിതയിൽ ഉച്ചാരണക്ലേശം ഉണ്ടാക്കണമെന്ന് ഇല്ല. സന്ധി എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം. പ്രകൃതിയും പ്രത്യയം തമ്മിലോ
പദവും പദവും തമ്മിലോ കൂടിച്ചേരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിനു വേണ്ടി വർണ്ണങ്ങൾക്ക് വരുന്ന മാറ്റമാണ് സന്ധി. പ്രകൃതിയും പ്രത്യയവും തമ്മിലോ പദവും പദവും തമ്മിലോ കൂടിച്ചേരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി വർണ്ണങ്ങൾക്ക് വരുന്ന മാറ്റമാണ് സന്ധി. വ്യത്യസ്ത ഉച്ചാരണ സ്ഥാനങ്ങളിൽപ്പെട്ട ഒരുമിച്ച് ഉച്ചരിക്കാൻ പ്രയാസമായ വ്യഞ്ജനങ്ങളെ ഉച്ചരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമതയെ പരിഹരിക്കുന്നതും സന്ധി തന്നെയാണ്. സംഹിതയിലെ വർണ്ണ പരിണാമപരമായ കാര്യങ്ങളാണ് സന്ധിയുടെ വിഷയം എന്ന് വ്യക്തം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറ്റൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുമല്ലോ.